ഹായ്, നെസ്റ്റ ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇലക്ട്രിക്കാണ് ഉപയോഗിക്കുന്നത്. ഇലക്ട്രിക്കലിന്റെ ഞാൻ 2 വർഷത്തോളമായി ഇലക്ട്രിക്കൽ ഒരു സ്കൂട്ടർ എടുത്തിട്ട് ഒരു 9 മാസം കഴിഞ്ഞു വണ്ടി എടുത്തിട്ട്. അപ്പോൾ അതിന്റെ എക്സ്പീരിയൻസ് എങ്ങനെ പറയാം, എന്നുള്ളതാണ് നമ്മൾ. കാരണം അതിൽ കൂടെ തന്നെയാണ് നമ്മൾ ആക്സിഡന്റിന്റെ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത്. കാരണം ഇലക്ട്രിക് ആണെന്ന് പറയുമ്പോൾ മനസ്സിലാക്കണം ഇലക്ട്രിക് ആണ് ആക്സിഡന്റ് ആയത്. അപ്പോൾ ഏതൊക്കെയാണ് വണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 450X ഉണ്ട്, 2023 എയ്തർ 450X 2021 വർഷമാണ് എടുത്തിരിക്കുന്നത്. ഫാദറാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് പറഞ്ഞു, ഞാൻ ഫാദർ യൂസ് ചെയ്യും. പിന്നെ ജോജൻറ്റില് 450X തന്നെയാണ് 2024. അപ്പോൾ അതിൽ വന്ന ചേഞ്ചസ് നമ്മളൊരു വീഡിയോ ആൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ നമ്മൾ അതിൻ്റെ ഡിഫറൻസ് രണ്ടും ഒരു ഇയർ ഒരേ മോഡലാണെങ്കിലും ഇയർ വ്യത്യാസം നമ്മൾ ആൾറെഡി ചെയ്തിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് നമ്മൾ റിറ്റ്സ ഈ ആക്സിഡന്റ് ആയ അതേ ഗ്യാപ്പിലാണ്, അത് ആക്സിഡന്റ് ആയ ഒരാഴ്ചക്കകത്താണ് റിറ്റ്സ. അതിന് മുമ്പ് ബുക്ക് ചെയ്തു. ബുക്കിങ്ങിന് നമുക്കൊരു ഓഫർ ഉണ്ടായിരുന്നു ഫ്ലിപ്കാർട്ട് വഴിയാണ്, അതായത് ഷോറൂമിൽ തന്നെയാണ് ചെയ്തത്. അതുവഴി ഫ്ലിപ്കാർട്ട് വഴിയാണ് ഞങ്ങൾ ബുക്ക് ചെയ്തത്. അപ്പോൾ ഒരു 5% ഓഫർ ഉണ്ടായിരുന്നു. 4 ഹെൽമെറ്റ് അതിൻ്റെ കൂട്ടത്തിൽ ഫ്രീ ഉണ്ടായിരുന്നു. കിറ്റ് ഫ്രീ ഉണ്ടായിരുന്നു. അത് അതെല്ലാം കൂടെ കുറച്ചൊരു ഒരു ഓഫറായിട്ട് കിട്ടിക്കൊള്ളായിരുന്നു. റിറ്റ്സയാണ് എടുത്തത് നമ്മൾ. അത് റിറ്റ്സ ആയിരുന്നു എടുത്തത്, മൂന്നാമത്തെ റിറ്റ്സ ആയിരുന്നു. അത് എടുക്കേണ്ട കാര്യം നല്ല സ്പേഷ്യസ് ആണ്. അതിന്റെ റിറ്റ്സയെ കുറച്ചുകൂടെ പറയാം. അതിന് മുമ്പ് അടുത്ത പിന്നെ നമുക്കിപ്പോൾ ഉള്ളത് ഒരു MG ഒരു കോമറ്റ്. അതൊരു 1.5 മാസം ആയിട്ടുള്ളൂ ആക്ച്വലി. അപ്പോൾ എന്തുകൊണ്ട് ഇലക്ട്രിക്കിലേക്ക് മാറി എന്നുള്ളതിന്റെ കാര്യം, ഞങ്ങൾ സ്ഥിരം ഡെയിലി കമ്മ്യൂട്ട് ഉള്ളവരാണ്. എനിക്ക് എന്നെക്കാളും കൂടുതൽ എടുത്ത സമയത്ത് കുറച്ചുകൂടെ കൂടുതലായിരുന്നു. അത്രയും ഓടുന്നില്ല എന്ന് വേണം പറയാനായിട്ട്. എന്നാൽ പോലും നമുക്ക് ഇല്ല, കുഴപ്പമില്ല, ഉണ്ട്. ഫസ്റ്റ് കാര്യം വരുന്നത് പെട്രോൾ തന്നെയാണ്. എന്തുകൊണ്ട് ലാഭകരമെന്ന് വെച്ചാൽ പെട്രോൾ തന്നെയാണ്. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഒരു വീക്കിൽ എങ്ങനെ പോയാലും നമ്മൾ ഒരു 500 to 600 പെട്രോൾ വീക്കിലി അടിക്കുമായിരുന്നു. അത് എൻ്റെ കേസിലാണ്. മാസത്തിൽ 4,000 അടുപ്പിച്ചൊക്കെ ഞാൻ പെട്രോൾ അടിക്കുമായിരുന്നു. വീക്കിലി 1000-ന് മേളിൽ 1200 1300 ഞാൻ അടിക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും 3 വർഷം കൊണ്ട് വണ്ടിയുടെ വില നമുക്ക് തിരിച്ചു തരും. ഇതിപ്പോൾ നമ്മൾ വേറൊരു വണ്ടിയാണെന്നുണ്ടെങ്കിൽ കിട്ടുന്നില്ല. കാരണം നമ്മൾ പെട്രോൾ ചിലവ് വീണ്ടും നമ്മളതിൽ പെട്രോൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു കാശ് മുടക്കി. അപ്പോൾ നമുക്ക് പിന്നെ കറണ്ട് ബില്ല് പറയണമല്ലോ. കറണ്ട് ബില്ല് നമുക്കൊരു 500 വരുന്നത്. എന്നാലും നമുക്കൊരു 1000 ആക്കി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ പോലും എങ്ങനെ കൂട്ടിയല്ല ലാഭമാണ് നമുക്ക് വരുന്നത്. ഇത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് വണ്ടി എക്സ്ചേഞ്ച് ചെയ്യാനോ ഒരു പുതിയ വണ്ടി എടുക്കാനുള്ളവരോ പ്ലാനിങ്ങിലുണ്ടെങ്കിൽ അവർക്ക് ലാഭമാണ്. നമ്മൾ ആലോചിക്കും എന്തായാലും ഒരു വണ്ടി എടുക്കുന്ന പൈസ കൊടുത്ത് എടുക്കത്തുള്ളൂ. പക്ഷെ ഇലക്ട്രിക് കുറച്ചുകൂടെ കൂടുതലാണ്, റേറ്റ് കൂടുതലാണ്. നല്ല വണ്ടിക്ക് അനുസരിച്ച് നമ്മളടുത്ത് ഏതായതുകൊണ്ട് അത്യാവശ്യം നല്ലൊരു പ്രീമിയം റേഞ്ച് ആയിരുന്നു. വണ്ടിക്ക് ഏകദേശം 2 ലക്ഷത്തിന് അടുപ്പിച്ചുണ്ടായിരുന്നു. അടുപ്പിച്ചെന്നല്ല, അത്ര 2 തന്നെ പറയാം. തികച്ച് 10,000-ന് ആ ഒരു റേഞ്ച് മാത്രമേ വ്യത്യാസം വന്നുള്ളൂ. പിന്നെ ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. ബാക്കിയുള്ള വണ്ടികളെല്ലാം നല്ല വിലക്കുറവാണ്. പക്ഷേ എന്തെന്ന് പറയാം, നമുക്ക് ഒരു പണി കിട്ടരുത് എന്നുള്ളൊരു ഇതിൽ തന്നെയാണ് എടുത്തത്. ഇതിൽ ഏതൊരു ബഗ് ഇല്ല എന്നല്ല പറഞ്ഞത്, ബഗ് ചെറുതൊക്കെ വരുന്നുണ്ട്, ബഗ് ആവശ്യം പോലെ വരുന്നുണ്ട്. പക്ഷെ എന്ത് പറഞ്ഞാലും വണ്ടി ഓടും. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. നമുക്ക് വഴി കിടക്കരുത്, വണ്ടി ഓടും. ഒരിക്കൽ എനിക്ക് വണ്ടി പഞ്ചറായി വഴിയതായതല്ലാതെ അല്ലാണ്ട് വഴിയിലായിട്ടേ ഇല്ല. ഒരു ഓഫായി പോവുകയും ഇപ്പം ഓണാവൂല. ചില ഡിസ്പ്ലേ ചാവി ഓൺ ചെയ്താൽ ചിലപ്പോൾ ഡിസ്പ്ലേ വരാനായിട്ട് 1 മിനിറ്റ് വരെ ഡിലേ ആയിട്ടുള്ള ടൈം ഉണ്ട്. റോട്ടിൽ കൊടുത്താൽ വണ്ടി പൊക്കോളും. അവിടെ ഓണാവായി ഓഫാവുക, അതൊരു വിഷയമേ അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് മൂന്നാമത് നമ്മൾ റിസ്താൻ എടുക്കാൻ ഏതെന്നോടുള്ള ആ ഒരു വിശ്വാസം. പക്ഷെ അതിപ്പോഴും നമ്മളോട് നിലനിർത്തുന്നുണ്ട്. റിക്സയിൽ ഒരുപാട് ബഗ് ഉണ്ട്. 450X ഒരുപാട് ബഗ് റിക്സ കൂടുതലാണ്. ഫീച്ചേഴ്സ് ഒരുപാട് വ്യത്യാസമുണ്ട്. പക്ഷെ വഴി കിടന്നിട്ടില്ല. നമ്മൾ 2-2.5 വർഷത്തോളമായി ഉപയോഗിക്കുന്നുണ്ടല്ലോ. അതായത് 2023 ഡിസംബറിൽ എടുത്തതാണ് ഒരു വണ്ടി.
അത് കഴിഞ്ഞ് ഇപ്പം ഞാൻ എടുത്തിട്ടിപ്പം 9 മാസം 10 മാസം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. 10 മാസം ആയില്ല, 9 മാസം കഴിഞ്ഞ് വരും. ഇത് 2 മാസം സർവീസിന് അപ്പൊ പെട്രോൾ തന്നെയാണ് നമുക്ക് ഫസ്റ്റ് വന്നേക്കുന്നത്. ഇനി നമ്മള് പെട്രോളിന്റെ വില കൂടാനേ സാധ്യതയുള്ളൂ, ഒരിക്കലും കുറയില്ല. അത് മാത്രമല്ല, പിന്നെ ഇതിൽ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇതിപ്പോ ചിലര് പറയും എനിക്ക് അത്രയൊന്നും ഓട്ടമില്ല, കുറച്ച് ഓട്ടേ ഉള്ളൂ. അങ്ങനെ അതായത് ഇപ്പോൾ ഒരു 10-15 കിലോമീറ്ററിനകത്ത് മാത്രമേ നിങ്ങൾ വണ്ടി ഒരു ബൈക്ക് അല്ലെങ്കിൽ ഒരു 2 വീലർ എന്ന നിലയ്ക്ക് ഓടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ അഭിപ്രായത്തിൽ പെട്രോൾ തന്നെയായിരിക്കും ലാഭമൊന്നല്ല. ഒരു വണ്ടി മാറ്റിയെടുക്കുന്ന ഒരു ശതമാനം പോലും ചിന്തിക്കും. അതേ ശതമാനം ഒരു പുതിയ വണ്ടി എടുക്കാനാണെങ്കിൽ കുഴപ്പമില്ല. പിന്നെ ഇത് രണ്ടാമതൊരു കാര്യം എന്ന് വെച്ചാൽ എനിക്ക് 2023 വർഷങ്ങളിലും ഇല്ല, അതിനുശേഷമുള്ള ഇല്ല, 2024 ഡിസംബറിൽ വന്നൊരു ഓഫറാണ് 1 ഇയർ ചാർജിങ്, ഫാസ്റ്റ് ചാർജിങ്. അത് മാത്രമല്ല, ആ ഒരു സീരീസിൽ വന്ന വണ്ടിയൊക്കെയാണ് 8 ഇയർ എക്സ്റ്റൻഡ് വാറന്റി ചെയ്യാൻ പറ്റി. അതായത് 5 ഇയർ വാറന്റി ഉണ്ട്, കൂടാതെ ഒരു 3 ഇയറും കൂടെ എക്സ്റ്റൻഡ് 80,000 കിലോമീറ്റർ അല്ലെങ്കിൽ 8 വർഷം ഒരു എക്സ്റ്റൻഡ്. അത് ചെറിയൊരു എമൗണ്ട് ആയിരുന്നു, 5000 രൂപ. അന്നത്തെ ഒരു ഓഫർ എമൗണ്ട് ആയിരുന്നു. ഞങ്ങൾ നോക്കിയപ്പോഴത്തേക്ക് പക്ഷേ പിന്നെ അതിനുശേഷം വന്നു. അതിനുശേഷം ഇപ്പൊ 1-2 തവണ വന്നു, പക്ഷെ അത് പലരും ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല പറയുന്നുണ്ട്. കൃത്യമായിട്ട് ചെയ്തു, ഞാൻ എന്തായാലും ചെയ്തു. പിന്നെ ഇനി സർവീസ് ആണ്. ഇനി രണ്ടാമത്തെ കാര്യം സർവീസ് ആണ്. സർവീസ് കോസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് വളരെ കുറവാണ്. 1000 സർവീസ് ഇല്ലായിരുന്നു. ആദ്യത്തെ 1000 സർവീസ് ഇല്ല. അവർ പറയുന്നത് ലൂബ് ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. സിലിക്കൺ സ്പ്രേ ആണ് വരുന്നത്, ബെൽറ്റിൽ അടിക്കുന്ന, നമ്മളെ ട്രെഡ്മില്ലൊക്കെ അടിക്കുന്ന സിലിക്കൺ സ്പ്രേ ആണ് അവർ ഇതിന്റെ ബെൽറ്റിലും അടിക്കുന്നത്. അപ്പോൾ അത് കൊണ്ട് ചെന്നാൽ 152 രൂപയാണ്. ആദ്യത്തെ ഒരു തവണയൊക്കെ അവർ ഫ്രീ ആയിട്ട് ചെയ്തു തരും. പിന്നെ ഉള്ളത് ഈ പറയുന്ന ഒരു എമൗണ്ട് അടച്ചു കഴിഞ്ഞാൽ അവർ ബെൽറ്റൊക്കെ വാഷ് ചെയ്ത് റെഡിയാക്കി അതിന്റെ ടെൻഷനൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് റെഡിയാക്കി തരും. അപ്പം പിന്നെ 1000 വേറെ 1000 കിലോമീറ്റർ സർവീസ് ഇല്ല. ഫസ്റ്റ് 5000 കിലോമീറ്ററാണ് സർവീസ് വരുന്നത്. പെട്രോൾ വണ്ടിയായിട്ട് കമ്പയർ ചെയ്യണമെങ്കിൽ പെട്രോൾ വണ്ടി നമ്മൾ ഫ്രീ സർവീസ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു 300 രൂപ അല്ലെങ്കിൽ 400 രൂപയ്ക്കകത്ത് നമ്മൾ ഓയിൽ ചേഞ്ചിന് കൊടുക്കണം. ഓയിൽ ചേഞ്ച് മാത്രം കൊടുക്കേണ്ടത് ആദ്യമൊക്കെ പറച്ചിലേ ഉള്ളൂ. ഈ ഒരു എമൗണ്ട് ആദ്യത്തെ 1000 ചെയ്യണം, പിന്നെ 5000 ചെയ്യണം. അല്ല, ആദ്യം 500, പിന്നെ 1000, അങ്ങനെ എന്തൊക്കെയോ ആണ്. 1000 800 to 1000 ചെയ്യേണ്ടത്. അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു എക്സ്പെൻസ് നമ്മൾ ആലോചിക്കണം. പിന്നെ നമുക്ക് എൻജിൻ, ഇപ്പോൾ എൻ്റെ വീഡിയോ ആയിരുന്നു, അതിൽ എൻജിൻ സീല് പ്രശ്നം വന്നിട്ടുണ്ട്. അങ്ങനെ എൻജിൻ ചാർജായിട്ടുള്ള ഒരുപാട്, പിന്നെ എല്ലാ ഒരു 5000 കിലോമീറ്ററിലും 5000 അല്ല 3000 കിലോമീറ്റർ ആകുമ്പോഴത്തേക്കും സർവീസ് ഓയിൽ ചേഞ്ച് ഉൾപ്പെടെ ചെയ്യുമായിരുന്നു. അപ്പോൾ അത് നമുക്ക് കോസ്റ്റ്, ബ്രേക്ക് പാഡ്, പിന്നെ അത് ബുഷസ്, കാര്യങ്ങൾ, സീല്, അങ്ങനെ എങ്ങനെ പോയാലും ഒരു 1000 രൂപയ്ക്കകത്ത് ഒരു 700-700 ശരാശരി വരാറുണ്ട്. ശരാശരി ഒരു 700 രൂപ എല്ലാ സർവീസിനും നമുക്ക് ആവാറുണ്ട്. ടയർ അതിനേക്കാളും 2000 വരെ പോയ സ്ഥലമുണ്ട്. ആവറേജ് എന്നാലും എല്ലാ ഒരു 3000-3500 കിലോമീറ്ററിലും ഈ ഒരു റേഞ്ച് സർവീസ് കോസ്റ്റ് വരുന്നുണ്ട്. നമുക്ക് 2 വർഷത്തിന് ഉപയോഗിച്ചതിനകത്ത് വെച്ച് നമുക്ക് ഈ കോസ്റ്റ് ഒന്നും വന്നിട്ടില്ല. ആദ്യത്തെ സർവീസ് ഇപ്പം എന്റെ വണ്ടിയിൽ പറയുകയാണെങ്കിൽ ആദ്യത്തെ 5000 സർവീസിൽ ചെന്നപ്പോൾ ഫ്രീ അല്ല, ഒരു സർവീസിലും ഫ്രീ ഇല്ല, എല്ലാം പെയ്ഡ് സർവീസാണ്. 5000 സർവീസ് ആദ്യത്തെ 5000 സർവീസിന് 700 സംതിങ് 800 രൂപയ്ക്ക് അകത്തേ ആയിട്ടുള്ളൂ. വാഷിംഗ് ഉൾപ്പെടെ 816 എന്തെങ്കിലും അഡീഷണൽ ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പം ഈ പോളിഷ് എന്തെങ്കിലും ആഡ് ചെയ്തെങ്കിൽ ആ ഒരു എമൗണ്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പം ഞാനിപ്പോൾ 10000 സർവീസ് ചെയ്തു. 10000 സർവീസ് ചെയ്തപ്പോൾ അതിൽ സർവീസ് കൂടെ, സർവീസ് എന്ന് പറയുന്നത് ഈ പറയുന്ന 752-800 തന്നെയാണ്. പിന്നെ അത് കൂടാതെ 1-2 ആക്സറൈസ് ചെയ്തു, വാഷിങ് സെപ്പറേറ്റ് ചെയ്തു, വാഷിംഗ് അല്ല പോളിഷ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഒരു അഡീഷണൽ എമൗണ്ടും കൂടെയാണ് വന്നത്. എനിക്കെല്ലാം കൂടെ 1200 രൂപയ്ക്ക് ആയിട്ടുള്ളൂ. അതായത് 10000 കിലോമീറ്റർ ഓടിയപ്പോൾ ആ വണ്ടിക്ക് വേണ്ടി ഞാൻ ചിലവാക്കിയത് ഈ പറഞ്ഞ കണക്ക് ആദ്യം ചിലവാക്കിയ 800 രൂപയ്ക്ക് അകത്തും ഈ പറഞ്ഞൊരു 1200. അതായത് 10000 കിലോമീറ്റർ ഓടിയപ്പോൾ ഒരു വണ്ടിക്ക് വന്ന ചിലവെന്ന് പറയുന്നത് ഒരു 2000 രൂപയ്ക്ക് അകത്ത് മാത്രമാണ്. പിന്നെ കറണ്ട്, അത് പറയണ്ടല്ലോ. നിങ്ങളിപ്പോൾ പെട്രോൾ വണ്ടി കണ്ട് 10000 കിലോമീറ്ററിന് എന്ത് മാത്രം ചിലവ് വരുമെന്ന് അറിയാം. അത്രേ ഉള്ളൂ. 1 കിലോമീറ്ററിന് നമുക്ക് വരുന്ന ഇപ്പൊ ആവറേജ് മൈലേജ് വരുന്നത് 40, ബൈക്കിനാണെങ്കിൽ ഇപ്പോൾ 70 ഇപ്പൊ അല്ല പറയുന്നെങ്കിലും എന്റെ നേരത്തെ വരുന്ന പ്ലാറ്റിനെയാണ്. എനിക്ക് 65 മുകളിലോട്ട് അത് കിട്ടുന്നേ ഇല്ല. 70 വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ എന്നാ കൂടി ഒരു കിലോമീറ്ററിന് എങ്ങനെ പോയാലും 2-3 രൂപ വെച്ച് എക്സ്പെൻസ് വരും. അതെങ്ങനെ പ്ലാറ്റിന വെച്ച് നോക്കാം.
നോക്കുകയാണെങ്കിൽ വേറെ ഒരു വണ്ടിക്കും അതില്ലാന്ന് എല്ലാവർക്കും അറിയാം. അത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതുണ്ട്. എന്തെങ്കിലും കണക്ക് പറയുന്ന കണക്ക് വല്ല വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് അതെന്തായാലും റിസ്തേറെ വീഡിയോ നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല. അത് ഇപ്പം 5000-ന്റെ സർവീസ് ആയതുള്ളൂ. ആ സർവീസ് കഴിഞ്ഞിട്ട് എക്സ്പീരിയൻസ് പറയുന്നതായിരിക്കും നല്ലത്. ഇതുവരെ ഒരുപാട് കാര്യങ്ങളുണ്ട് അത് പറയാനായിട്ട്. പിന്നെ മൂന്നാമതൊരു ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ നമുക്ക് എയർ ചെക്ക് ചെയ്യാനുള്ളത് കുറച്ചുകൂടെ ഫ്രീക്വൻ്റ് ആയിട്ട് ചെക്ക് ചെയ്യണം. വീക്കിലി വൺസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഇതിന്റെ മൈലേജ് ഒരുപാട് അപ്ഡേറ്റ് ചെയ്യും എന്ന് പറയുന്നുണ്ട്. ഉണ്ടെന്ന് തോന്നുന്നു. മേ ബി എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഉപയോഗിക്കുന്ന സസ്പെൻഷൻ കാര്യങ്ങളും ബംബിനെസ്സും ഒക്കെ പെട്ടെന്ന് വ്യത്യാസങ്ങൾ കുറേ ഇതുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് ഫാക്ടേഴ്സാണ് അതിൽ വരുന്നത്. അങ്ങനെയൊക്കെ നോക്കിയാൽ പോലും നമുക്ക് പിന്നെ ഇതിൻ്റെ ഇടയിൽ ഇനി വേറെ കാര്യം ഇതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞില്ല, നമ്മൾ 12,000 കിലോമീറ്റർ അല്ല 15ഓളം പോണതാണ് സാധാരണ. ടയർ ബാക്ക് ടയർ 15,000 പോണ സ്ഥലത്ത് മാക്സിമം 15 വരെയൊക്കെ പോകും. 13 മുതലല്ല 12 മുതൽ 15 വരെയൊക്കെ പോകും. ഇത് പക്ഷേ 10 കഴിഞ്ഞ് 11 ടയറും അപ്പൊ തന്നെ പഞ്ചറായാൽ ശ്രദ്ധിച്ചൊന്നുമില്ല. നമ്മളാണെങ്കിൽ എത്രയും എനിക്ക് മാക്സിമം ഞാൻ ഓടിച്ച് ഒരു 10,000-ലായപ്പോൾ എനിക്ക് മാറേണ്ട ഒരു അവസ്ഥ വന്നു. അതായത് 10,000-ന്റെ സർവീസിൽ നേരത്തെ പറഞ്ഞല്ലോ പൊട്ടാനുള്ള ചാൻസ് കൂടുതലാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ വണ്ടിയുടെ ടയർ അങ്ങനെ പ്രശ്നം വന്നതുകൊണ്ട് ഞാൻ 10,000-ന്റെ സർവീസിന്റെ കൂട്ടത്തിൽ ഈ ടയർ ചേഞ്ചും കൂടെ ചെയ്യും. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഞാൻ സേഫ് ആയി. അപ്പോൾ അതിലിനി പറയാനുള്ള കാര്യം ടയർ നമ്മൾ ആർസെ ബുക്ക് ചെയ്തു. എങ്ങനെ നമ്മൾ ഇവിടെ അടുത്തെത്തിയപ്പോഴാണ് ആയത്. അവിടെ ഇന്ത്യ കൊണ്ടുവന്ന് വച്ചത് വണ്ടി. RSA വിളിച്ച അവർ സംഭവം RSA റോഡ് സൈഡ് എമർജൻസി റോഡ് സൈഡ് അസിസ്റ്റൻസ് ആണ്. പക്ഷേ ഇത് ആയിട്ടുണ്ട്. എന്നെ ഒരുപാട് കഴിഞ്ഞാണ് എന്നെ വിളിച്ചത്. ഒരു 4-5 മണിക്കൂറാണ്. അപ്പോൾ ഈവനിങ് ആയി. ഒരുപാട് എടുക്കാൻ പറ്റിയില്ല. പിന്നെ പിറ്റേന്ന് വന്നാണ് അത് എടുത്തത്. അത് പുറത്തെ ഏജൻസിക്കാണെന്ന് തോന്നുന്നു. കാരണം വേറെ വണ്ടികളൊക്കെ അവർ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ കൂടെ തന്നെ ടയർ ഞങ്ങൾ വാങ്ങിച്ച് കൊടുത്തു വിട്ടു. അത് ഓൺ റിസ്ക് ആണ്. അതൊന്നും അവരുടെ റിസ്ക് അല്ല. ടയർ നമ്മൾ വിട്ടു കൊണ്ടുപോകും. ഓക്കെ മാർക്കറ്റ് പിറ്റേന്ന് അടുത്ത ഞായറായിരുന്നു തോന്നുന്നു. അതിൻ്റെ അടുത്ത ദിവസമാണ് നമുക്ക് തിങ്കളാഴ്ചയാണ് പിന്നെ വർക്ക് സ്റ്റാർട്ട് ചെയ്തത്. മാറി കിട്ടിയത്. കാരണം നമുക്ക് ഇവിടെ എങ്ങും കൊണ്ട് മാറാൻ പറ്റില്ല. ആരും കേൾക്കുന്നില്ല. അല്ല അത് ചെയ്യരുതെന്ന് തന്നെയാണ് പറയുന്നത്. എല്ലാവരും അത് ചെയ്യരുത്. കാരണം അതിൽ അലൈൻമെന്റോ ബെൽറ്റിന്റെ ടെൻഷൻ സെറ്റ് ചെയ്യണം. പിന്നെ അലൈൻമെന്റ് നോക്കണം. അവിടെ ചെല്ലുമ്പോൾ തന്നെ അത് വെർനിയർ വെച്ചിട്ട് അങ്ങനെയാണ് നോക്കുന്നത്. 1-2 തവണ ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഇവിടെ ആരും ചെയ്യുന്നുമില്ല. നല്ല പ്രൊഫഷണലി ചെയ്യുന്ന കടകളിൽ പോലും അവർ കേൾക്കുന്നില്ല. സർവീസ് സെന്ററിൽ അവർ അവിടെ കൊണ്ട് ചെല്ലണം ചെയ്യരുത് എന്നാണ് പറയണത്. അപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. ഇതാണ് നമുക്ക് ഇലക്ട്രിക്കിൽ പറയാൻ വന്ന ഒരു കുറച്ച് കാര്യങ്ങൾ. ഇനിയുണ്ട് കുറച്ച്. എൻ്റെ വണ്ടി 272 ദിവസം 73 ദിവസമായി. 9 മാസം കഴിഞ്ഞു. പിന്നെ ഇനി എൻ്റെ ഇത് 9 മാസത്തിനിടയിൽ 10,200 കിലോമീറ്ററാണ് ഓടിയത്. അത് 2 സർവീസ് കഴിഞ്ഞു. നമുക്കൊരു നെഗറ്റീവോ ഒരു അൺസാറ്റിസ്ഫാക്ഷൻ ആയിട്ട് ഒന്നുമില്ല. അങ്ങനെ ഒന്നുമില്ല. ഇതിൽ വന്നൊരു ഫാക്ട് എന്ന് പറയുന്നത് ആക്സിഡന്റ് നല്ല ലോസ് ആയിരുന്നു. പക്ഷെ ആലോചിക്കുക അത് എങ്ങനെ ആക്സിഡന്റ് ഒരു പന്നി വന്ന് നമ്മളെ ഡിസ്ട്രാക്ട്